പിണറായി സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ യോഗക്ഷേമ സഭ. സാമ്പത്തിക ലാഭമാണോ സർക്കാർ ലക്ഷ്യമെന്ന് ആശങ്കയുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായി ഇതിനെ സംശയിക്കുന്നതായും യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെട്ടു. ഭക്തർക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഇത് നീക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നും ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്നും അക്കീരമൺ പത്തനംതിട്ടയിൽ പറഞ്ഞു. ഈ ശബരിമല സംഗമം ഭക്തജനങ്ങളുടെ കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ ഭക്തജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകുന്നതിൽ അതിശയമില്ല. കാരണം ശബരിമല ആചാരങ്ങളെ മനസ്സിലാക്കാതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചോ അന്ന് ശരിക്കും നമ്മൾ കണ്ടതാണ്. റഹിമ പിന്നെ ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ റഹ്ന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പോകാനുള്ള സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം, അവിടെ ശബരിമല എത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ശബരിമല ആചാരം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതമൊന്നും അല്ല പറയുന്നത്, ആർക്കും അവിടെ പോയി തൊഴാം. പക്ഷേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം, കൃത്യമായി ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആചാരം അതാണ്. ഈ പമ്പയിൽ നടക്കുന്ന ഈ സംഭവം അതൊരു സാമ്പത്തിക വിഷയങ്ങളാണോ, ഇനി അതല്ല ഇലക്ഷൻ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇലക്ഷൻ സ്റ്റാൻഡാണോ, ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? സംശയം തോന്നിപ്പോന്നില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങളോടൊന്നും വിരോധം തോന്നണ്ട. ഞങ്ങളത് പറയാൻ കാര്യം, ക്ഷേത്ര ആരാധനകളും ആചാരങ്ങളും ഒക്കെ കൃത്യമായി നടക്കേണ്ടതുണ്ട്. അതൊരു അന്ധവിശ്വാസമല്ല, അത് സത്യമാണ്.